ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാളെ പെട്ടെന്ന് കണ്ട ഉടനെ ആളോട് സംസാരിച്ച് ഉടൻ തന്നെ നിങ്ങളവരെ പൂർണ്ണമായിട്ടും അങ്ങ് വിശ്വസിക്കുകയും നിങ്ങളുടെ സീക്രട്ടായിട്ടുള്ള പല കാര്യങ്ങളും ആളോട് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന സ്വഭാവമുള്ളവരാണോ നിങ്ങൾ? തീർച്ചയായും നിങ്ങൾ ഈ ഒരു കഥ കേട്ടിരിക്കണം. നിങ്ങൾ കാണുന്നതെല്ലാം സത്യമാവണമെന്നില്ല. ഒരിടത്ത് എല്ലാവരുടെയും സ്നേഹവും ബഹുമാനവും നേടിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാളുടെ ഓരോ വാക്കുകളിലും പ്രവൃത്തികളിലും നന്മ മാത്രം കണ്ടിരുന്നതിനാൽ ആർക്കും തന്നെ അയാളെ സംശയിക്കേണ്ടതായി വന്നിട്ടില്ല. സൗമ്യമായ പെരുമാറ്റം കൊണ്ട് അയാളെ കണ്ടാൽ മതി ആർക്കും ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. അതേ നാട്ടിൽ തന്നെ മറ്റൊരാളുണ്ടായിരുന്നു. പെട്ടെന്ന് ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുകയും ചൂടാകുകയും ചെയ്യുന്ന പ്രകൃതക്കാരനായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവനോട് വെറുപ്പായിരുന്നു. ഇങ്ങനെ ഒരു സ്വഭാവം ആയതുകൊണ്ട് തന്നെ ഒരു വില്ലനെ പോലെയാണ് ആളുകൾ അവനെ കണ്ടിരുന്നത്. അങ്ങനെ ഒരുപാട് നാളുകൾ കടന്നുപോയി. ഒരു ദിവസം എല്ലാവരും വിശ്വസിച്ചിരുന്ന ആ നല്ല മനുഷ്യൻ തൻ്റെ യഥാർത്ഥ മുഖം പുറത്തെടുത്തു. ഒരു ദിവസം അയാളോടുള്ള പരിപൂർണമായ വിശ്വാസത്തിൽ ഒരു സ്ത്രീ ഒരു സഹായം അഭ്യർത്ഥിച്ച് അയാളുടെ വീട്ടിൽ വന്നു. അയാളെ വിശ്വസിച്ച് സഹായം തേടിയെത്തിയ ആ സ്ത്രീയോട്, നിസ്സഹായയായ ആ സ്ത്രീയോട് അയാൾ വളരെ ക്രൂരമായി പെരുമാറി. അയാളുടെ മാന്യതയുടെ മുഖംമൂടി അഴിഞ്ഞു വീണു. എന്നാൽ യാദൃശ്ചികമായി ആ സ്ത്രീയെ രക്ഷിക്കാനായി അവിടേക്ക് ഓടിയെത്തിയത് എല്ലാവരുടെയും മനസ്സിൽ വില്ലൻ്റെ സ്ഥാനം ആയിരുന്ന ആ വ്യക്തിയാണ്. എല്ലാവരും വെറുത്തിരുന്ന, സ്വഭാവം കൊണ്ട് എല്ലാവരും വെറുത്തിരുന്ന ആ വ്യക്തിയാണ് ആ സ്ത്രീയെ രക്ഷിക്കാൻ ആ സമയം അവിടെ ഓടിയെത്തിയത്. എല്ലാവർക്കും അത്ഭുതമായിരുന്നു. പുറമേ നന്മ നിറഞ്ഞവനായി കണ്ടയാൾ ഒരു ക്രൂരനും വില്ലനെന്ന് കരുതിയവൻ ഒരു നായകനുമായി മാറിയ ആ നിമിഷം. ഇത് കേൾക്കുമ്പോൾ വെറുമൊരു കഥയായി തോന്നാം. പക്ഷേ ഇതൊരു കഥയല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റിലും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സത്യമാണ്. പുറമേ നന്മയുടെ മുഖംമൂടി അണിഞ്ഞ പലരും ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ ക്രൂരരാകാം. അതുപോലെ പരുക്കൻ സ്വഭാവം കാണിക്കുന്നവർ ഉള്ളിൽ സ്നേഹമുള്ള ഒരു മനസ്സ് തീർച്ചയായും ഉണ്ടാവാം. അതായത് കാണുന്ന കാഴ്ചകളല്ല സത്യം, അനുഭവിക്കുന്ന കാഴ്ചകളാണ് സത്യമായി ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ആരെയും അവരുടെ ബാഹ്യരൂപം കണ്ട് മാത്രം വിലയിരുത്തരുത്. ജീവിതം നമ്മുടെ സ്വന്തമാണ്. നമ്മുടെ ജീവിതയാത്രയിൽ ആകർഷകമായ ഒരുപാട് കാഴ്ചകൾ ഉണ്ടാവാം. പക്ഷേ ആ മുഖങ്ങൾക്കും പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു സത്യമുണ്ടാകും. ചിലപ്പോൾ ചിലർ നമ്മൾ കാണാത്ത മുഖംമൂടികൾ അണിഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ ജീവിതയാത്രയിൽ കണ്ടുമുട്ടുന്ന ആരെയും അമിതമായി വിശ്വസിക്കുകയോ അവർക്ക് അടിമപ്പെട്ടു പോവുകയോ ചെയ്യാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.